നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ചാർജസ് അറ്റ് റെസ്റ്റിലാന്ന് പഠിച്ചു അല്ലേ. അതിനുശേഷം ഈ ചാർജസ് തമ്മിലുള്ള ഫോഴ്സ് എന്താണെന്നും ചാർജിന് ചുറ്റുമുള്ള ഫീൽഡ് എന്താണെന്നും ആ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റി ഒക്കെ നമ്മൾ കണ്ടുപിടിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്താണെന്ന് നോക്കി കപ്പാസിറ്റൻസിലേക്ക് കടന്നു. ഇന്ന് നമുക്ക് പുതിയൊരു ചാപ്റ്ററിലേക്ക് കിടക്കാം, കറൻറ്റ് ഇലക്ട്രിസിറ്റി. കറൻറ്റ് ഇലക്ട്രിസിറ്റിയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാർജ് ഫ്ലോ ചെയ്യുക. റെസ്റ്റിലല്ല ചാർജ് ഇരിക്കുന്നത്, ചാർജ് ഫ്ലോ ചെയ്യുന്നു. അങ്ങനെ ചാർജ് ഫ്ലോ ചെയ്യുമ്പോൾ എന്തുണ്ടാവും? കറണ്ട് ഉണ്ടാവും അല്ലേ. അപ്പോൾ ഈ കറണ്ടിനെ കുറിച്ചും റെസിസ്റ്റൻസിനെ കുറിച്ചും ഈ കറൻറ്റും അതേമാതിരി EMF ഒക്കെ മെഷർ ചെയ്യാനുള്ള അപ്പാരറ്റസ്, കറണ്ടിൻ്റെ ബേസിക് ആയിട്ടുള്ള ലോസൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ പേര് കാണിക്കുന്ന മാതിരി നമുക്ക് ആദ്യം കറണ്ട് എന്താന്ന് നോക്കാം. എന്താണ് കറണ്ട്? കറണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇറ്റ് ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് ചാർജ് അല്ലെങ്കിൽ ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ചാർജ് ഫ്ലോയിങ് ത്രൂ എ കണ്ടക്ടർ ഇൻ 1 സെക്കൻഡ്. ഒരു കണ്ടക്ടറിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന ക്വാണ്ടിറ്റി ഓഫ് ചാർജ് എത്ര സെക്കൻഡിൽ? 1 സെക്കൻഡിൽ. അപ്പോൾ 1 സെക്കൻഡിൽ എന്തുമാത്രം ചാർജാണോ ഫ്ലോ ചെയ്യുന്നത് അതിന് നമുക്ക് എന്തെന്ന് പറയാം? കറണ്ട് എന്ന് പറയാം. വേറെ രീതിയിൽ നമുക്ക് ഇങ്ങനെ കൊടുക്കാം കറണ്ട്. ഇറ്റ് ഈസ് ദ ടൈം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ചാർജ് ത്രൂ എ കണ്ടക്ടർ. ടൈം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ചാർജ് ത്രൂ എ കണ്ടക്ടർ. അപ്പോൾ നോക്കിക്കേ, ഇതൊരു കണ്ടക്ടറാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ കണ്ടക്ടറിൽ കറണ്ട് ഫ്ലോ ചെയ്യുവാണെങ്കിൽ ഇപ്പോൾ I ആണ് കറണ്ട് നമ്മൾ കൊടുക്കുന്ന സിമ്പൽ. അപ്പോൾ ഒരു 100 കൂളം ചാർജ് ഒരു 5 സെക്കൻഡിലാണ് ഫ്ലോ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. 5 സെക്കൻഡിൽ 100 കൂളം ചാർജ് ഫ്ലോ ചെയ്യുവാണെങ്കിൽ നമുക്ക് കറണ്ട് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ചെയ്യുന്നത് ആ ചാർജിൻ്റെ എണ്ണം 100 ഡിവൈഡഡ് ബൈ ആ ടൈം, ദറ്റ് ഈസ് 5. അപ്പോൾ നമുക്ക് എത്ര വരുന്നത്? 20 അല്ലേ. 100 ബൈ 5 ചെയ്തപ്പോൾ നമുക്ക് 20 എന്ന് കിട്ടി. ഈ 20 എന്ന് പറയുന്നതാണ് എന്ത്? നമ്മുടെ കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ കറണ്ടിന് നമുക്ക് ഇക്വേഷനായിട്ട് ഇങ്ങനെ കൊടുക്കാം, കറൻറ്റ് I ദറ്റ് ഈസ് ഈക്വൽ ടു ചാർജ് ഡിവൈഡഡ് ബൈ ടൈം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷനാണ് കറൻറ്റ് I ദറ്റ് ഈസ് ഈക്വൽ ടു ചാർജ് ബൈ ടൈം. കിട്ടിയോ? അപ്പോൾ എന്തായിരിക്കും കറൻറ്റിൻ്റെ യൂണിറ്റ്? ചാർജിൻ്റെ യൂണിറ്റ് എന്താ? കൂളം. ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡ്. അപ്പോൾ കൂളം പെർ സെക്കൻഡ്. പക്ഷെ സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന യൂണിറ്റാണ് ആംബിയർ. കറൻറ്റിൻ്റെ യൂണിറ്റ് ഓർത്തിരിക്കുക, ആംബിയർ. ഇനി ഇൻസ്റ്റൻറ്റേനിയസ് കറൻറ്റ്, ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിലെ കറൻറ്റ്. ഇൻസ്റ്റൻറ്റേനിയസ് കറൻറ്റ് ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം, I ഇൻസ്റ്റൻറ്റേനിയസ് ദറ്റ് ഈസ് ഈക്വൽ ടു, ഇപ്പോൾ DT സെക്കൻഡിൽ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റ് DT സെക്കൻഡിലെ കറൻറ്റാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കൊടുക്കാം, DQ ഡിവൈഡഡ് ബൈ DT. I ദറ്റ് ഈസ് ഈക്വൽ ടു DQ ബൈ DT എന്ന് പറഞ്ഞ് കൊടുക്കാം. നേരെ മറിച്ച് ഒരു ആവറേജ് കറൻറ്റാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളതെങ്കിൽ, ഇപ്പോൾ T1 ആൻഡ് T2 സെക്കൻഡിൽ ഫ്ലോ ചെയ്യുന്ന ചാർജ് Q1 ആൻഡ് Q2 നമ്മുടെ കയ്യിലുണ്ട് എങ്കിൽ ആവറേജ് കറൻറ്റാണ് കണ്ടുപിടിക്കാൻ ചോദിക്കുന്നതെങ്കിൽ നമുക്ക് ഇങ്ങനെ കൊടുക്കുക ഇക്വേഷൻ, I ആവറേജ് ദറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ Q ഡിവൈഡഡ് ബൈ ഡെൽറ്റ T എന്ന് കൊടുക്കാം. ഓർ Q2 ഡെൽറ്റ Q എന്ന് പറയുന്നത് Q2 മൈനസ് Q1 എന്ന് കൊടുക്കാമല്ലോ, ആ ചാർജിൻ്റെ ഡിഫറൻസ് Q2 മൈനസ് Q1 ഡിവൈഡഡ് ബൈ T2 മൈനസ് T1. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ എന്താണോ തരുന്നത് അതനുസരിച്ചുള്ള ഇക്വേഷൻസിലേക്ക് കടക്കേണ്ടി വരും. വീണ്ടും നമുക്ക് കൊടുക്കാം, നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ പഠിച്ചിട്ടുണ്ട്, ക്വാണ്ടൈസേഷൻ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ക്വാണ്ടൈസേഷൻ അനുസരിച്ച് എന്താ ഇക്വേഷൻ? നമ്മുടെ Q ദറ്റ് ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് NE എന്നായിരുന്നു അല്ലേ. അപ്പോൾ നമുക്ക് ആ Qൻ്റെ വാല്യൂ ഇവിടുത്തെ വാല്യൂ NE എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ കറണ്ട് നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാം, I ദറ്റ് ഈസ് ഈക്വൽ ടു Qന് പകരം കൊടുക്കാം NE ഡിവൈഡഡ് ബൈ T.
അപ്പോൾ നമുക്ക് മറ്റൊരു ഫോർമുലയായി സ്മോൾ n എന്ന് പറയുന്നത് എന്തായിരിക്കും? അപ്പോൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആയിരിക്കും. അപ്പോൾ n നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇലക്ട്രോണിൻ്റെ ചാർജ് കൊണ്ട് ടൈം അറിയാമെങ്കിൽ ഇക്വേഷൻ യൂസ് ചെയ്യാം. I that is equal to NE/T. വീണ്ടും ഈ ഇലക്ട്രോൺസിൻ്റെ കേസിൽ ഇപ്പോൾ ഒരു ഓർബിറ്റിൽ കൂടി ഇലക്ട്രോൺ ഇങ്ങനെ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അപ്പോൾ കറണ്ട് കണ്ടുപിടിക്കാനായിട്ട് ഇപ്പോൾ നമുക്ക് എക്സാമ്പിളായിട്ട് ഒരു ഇലക്ട്രോണാണ് റിവോൾവ് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. ഇത് ന്യൂക്ലിയസ് ആണെന്ന് വിചാരിക്കാം. അതിന് ചുറ്റും ഓർബിറ്റിൽ കൂടി ഒരു ഇലക്ട്രോണാണ് റിവോൾവ് ചെയ്യുന്നതെങ്കിൽ കറണ്ട് കണ്ടുപിടിക്കാൻ. അപ്പോൾ n that is equal to 1 ആണ്. അപ്പോൾ I ഈക്വൽസ് എന്താ വരുന്നത്? ഇവിടെ എന്നിൻ്റെ പ്ലേസിൽ 1 കൊടുക്കുമ്പം നമുക്ക് എന്ത് കിട്ടും? E/T. വീണ്ടും ആ ഇലക്ട്രോൺ റിവോൾവ് ചെയ്യാനെടുക്കുന്ന ടൈം, ആ ടൈം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇവിടെ ഒരു ഫുൾ റെവല്യൂഷനുള്ള ടൈം, അതിന് നമുക്ക് ടൈം പീരീഡ് എന്ന് പറഞ്ഞു കൊടുക്കാം ആണല്ലോ. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ മാറ്റി കൊടുക്കാം. I that is equal to E/T. വീണ്ടും ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. I that is equal to E/T നമുക്ക് ഇങ്ങനെ കൊടുക്കാം. 1/T into E. കുഴപ്പമില്ലല്ലോ. ആ 1/T എന്ന് പറയുന്നതാണ് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്, റെസിപ്രോക്കൽ ഓഫ് ടൈം പീരീഡ്. അതിനെന്താ പറയുന്നത്? ഫ്രീക്വൻസി. അപ്പോൾ I that is equal to ഫ്രീക്വൻസിക്ക് നമുക്ക് ന്യൂ എന്നുള്ള സിമ്പിൾ കൊടുക്കാം. ന്യൂ ഇൻറ്റു E. അപ്പോൾ ഇക്വേഷൻ ഓർത്തിരിക്കണേ. ഒരു ഇലക്ട്രോണിൻ്റെ കേസൊക്കെ ആണെങ്കിൽ അത് ഓർബിറ്റിൽ കൂടി റിവോൾവ് ചെയ്യുമ്പോഴുണ്ടാകുന്ന കറണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് I that is equal to ഫ്രീക്വൻസി ന്യൂ. ഫ്രീക്വൻസി ന്യൂ ഇൻറ്റു E. അപ്പോൾ കറണ്ടിന് നമുക്ക് പല പല ഇക്വേഷൻസ് കിട്ടിക്കഴിഞ്ഞു. ഇനി ആലോചിക്കുക, ഈ കറണ്ട് ഏത് ടൈപ്പ് ക്വാണ്ടിറ്റിയാണ്? കറണ്ട് ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആണോ അതോ വെക്റ്റർ ക്വാണ്ടിറ്റി ആണോ? ഇപ്പോൾ കറണ്ടിനൊരു മാഗ്നിറ്റ്യൂഡ് ഉണ്ടെന്ന് മനസ്സിലായി കാണും. മാഗ്നിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതൊരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. ഇനി കറണ്ടിന് ഡയറക്ഷൻ ഉണ്ടോ? കറണ്ടിൻ്റെ ദിശ എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ എടുക്കുന്നത്? നമ്മൾ എടുക്കുന്നത് പോസിറ്റീവ് ചാർജിൻ്റെ ഡിറക്ഷൻ. പോസിറ്റീവ് ചാർജ് ഏത് ഡിറക്ഷനിലാണോ ഫ്ലോ ചെയ്യുന്നത് അതാണ് കറണ്ടിൻ്റെ ഡിറക്ഷനായിട്ട് നമ്മൾ കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ നേരെ തിരിച്ച് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജിൻ്റെ ഫ്ലോയുടെ ഓപ്പോസിറ്റ് ഡിറക്ഷൻ നമുക്ക് കറണ്ടിൻ്റെ ഡിറക്ഷനായിട്ട് കൊടുക്കാം. അപ്പോൾ കറണ്ടിൻ്റെ ഡിറക്ഷൻ എന്ന് പറയുന്നത് ഏതാണ്? പോസിറ്റീവ് ചാർജിൻ്റെ സെയിം ഡിറക്ഷൻ. അപ്പോൾ കറണ്ടിൻ്റെ ഡിറക്ഷൻ ഓഫ് കറണ്ട് എന്ന് പറയുന്നത് ആരുടെ ഡിറക്ഷൻ തന്നെയാണ്? പോസിറ്റീവ് ചാർജിൻ്റെ സെയിം ഡിറക്ഷൻ. അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജസിൻ്റെ അല്ലെങ്കിൽ ഇലക്ട്രോൺസിൻ്റെ ഫ്ലോയുടെ ഓപ്പോസിറ്റ് ഡിറക്ഷൻ. അപ്പോൾ നോക്കുക, കറണ്ടിന് മാഗ്നിറ്റ്യൂഡുണ്ട്, ഡിറക്ഷനുണ്ട്. അപ്പോൾ കറണ്ട് ഏത് ടൈപ്പ് ക്വാണ്ടിറ്റി ആയിരിക്കും? കറണ്ട് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആയിരിക്കും. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ നമ്മുടെ മനസ്സിലേക്ക് വരും അല്ലേ? മാഗ്നിറ്റ്യൂഡും ഉണ്ട്, ഡിറക്ഷനും ഉണ്ട്. ഇത് രണ്ടും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ആ ക്വാണ്ടിറ്റി എന്താണെന്ന് നമ്മൾ പഠിച്ചിരിക്കുന്നത്? വെക്റ്റർ ക്വാണ്ടിറ്റിയാണ് പഠിച്ചിരിക്കുന്നത്. പക്ഷേ ഓർത്തിരിക്കുക, കറണ്ട് ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. കറണ്ട് ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. കാരണം കറണ്ട് വെക്റ്റർ ലോ ഓഫ് അഡീഷൻ ഒബേ ചെയ്യുന്നില്ല. അപ്പോൾ കറണ്ട് വെക്റ്റർ ലോ ഓഫ് അഡീഷൻ ഒബേ ചെയ്യാത്ത കാരണം കറണ്ട് ഒരു ഏത് ടൈപ്പ് ക്വാണ്ടിറ്റിയാണ്? സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. ഓർത്തിരിക്കുക, കറണ്ട് ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. മാഗ്നിറ്റ്യൂഡും അതോടൊപ്പം തന്നെ ഡിറക്ഷനും ഉണ്ട് എങ്കിലും കറണ്ട് ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. വളരെ കൃത്യമായിട്ട് പറയുവാണെങ്കിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞാൽ കറണ്ട് ഒരു ടെൻസർ ക്വാണ്ടിറ്റിയാന്ന് പറയും. ടെൻസർ നിങ്ങൾക്കത് പഠിക്കാനില്ല. ടെൻസർ ക്വാണ്ടിറ്റി നിങ്ങൾ ഹയർ ലെവലിൽ ഫിസിക്സ് പഠിക്കുമ്പോൾ അപ്പോൾ പഠിക്കും വളരെ കൃത്യമായിട്ട്. കറണ്ട് ഒരു ടെൻസർ ക്വാണ്ടിറ്റിയാണ്. ഇപ്പോൾ നമുക്ക് തൽക്കാലം ഓർത്തിരിക്കാം, കറണ്ട് എന്താണ്? ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. ഡിറക്ഷൻ ഉണ്ടെങ്കിലും അത് വെക്റ്ററിൻ്റെ ലോ ഓഫ് അഡീഷൻ ഒബേ ചെയ്യുന്നില്ല. ഒന്ന് നോക്കിക്കേ, ഒരു എക്സാമ്പിൾ നോക്കിക്കേ. ഇപ്പോൾ അതെ ഒരു കറണ്ട് 2 ആംപിയർ കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നുണ്ട്. ഈ ഡിറക്ഷനിൽ ഒരു 3 ആംപിയർ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ ഈ രണ്ട് ഡിറക്ഷനും തമ്മിൽ ഇവിടെ ഉണ്ടാക്കുന്ന ദിസ് ആംഗിൾ ഒരു 30 ഡിഗ്രി ആണെന്ന് വിചാരിച്ചു.
ഇതിപ്പം ഈ ടോട്ടൽ കറൻറ്റ്, ഈ കറൻറ്റ് I, ഇതിന് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്. എന്താണ് ഇക്വേഷൻ? റിസൾട്ടൻ്റ് കണ്ടുപിടിക്കാൻ R = √p² + q² + 2pq × cos θ എന്നുള്ള ഇക്വേഷൻ അല്ലേ? അതിവിടെ നമുക്ക് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. അത് കറൻറ്റ് ആ ലോ ഒബേ ചെയ്യുന്നില്ല. സാധാരണ സ്കേലർ ക്വാണ്ടിറ്റികൾ, സാധാരണ നമ്പേഴ്സ് എങ്ങനെയാണോ ആഡ് ചെയ്യുന്നത് ആ രീതിയിലാണ് കറൻറ്റ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ 2 + 3 ദറ്റ് ഈസ് 5 ആംപിയർ. അപ്പോൾ മനസ്സിലായോ? കറൻറ്റ് വെക്റ്റർ ലോ ഓഫ് അഡീഷൻ ഒബേ ചെയ്യുന്നില്ല. അത് കാരണം കറൻറ്റ് ഒരു ഏത് ടൈപ്പ് ക്വാണ്ടിറ്റിയാണ്? സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. കിട്ടിയല്ലോ. ഇനി നമുക്ക് ഒരു കണ്ടക്ടറിൽ കൂടെയുള്ള കറൻറ്റ് 1 ആംപിയർ എന്ന് പറയുന്നത് എപ്പോഴായിരിക്കും? കറൻറ്റ് 1 ആംപിയർ എന്ന് പറയുന്നത് എപ്പോഴായിരിക്കും? ഇതാ കറൻറ്റിൻ്റെ ഇക്വേഷൻ തന്നെ I = Q/T എന്നല്ലേ? I = Q/T എന്നുള്ള ഇക്വേഷനാണ്. അപ്പോൾ 1 ആംപിയർ എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? ചാർജ് എത്ര ഫ്ലോ ചെയ്യണം? 1 കൂളം ചാർജ് എത്ര നേരം? 1 സെക്കൻഡ്. അപ്പോൾ I = 1 ആംപിയർ നമുക്ക് കിട്ടും. അപ്പം കറൻറ്റ് ത്രൂ എ കണ്ടക്ടർ ഈസ് സെഡ് ടു ബി 1 ആംപിയർ if 1 coulomb of charge flows through the conductor of any cross section in 1 second. അതായത് ഒരു കണ്ടക്ടറിൽ കൂടെയുള്ള കറണ്ട് എന്ന് പറയുന്നത് 1 ആംപിയർ ആയിട്ട് വരുന്നത് ഏത് ക്രോസ് സെക്ഷനുള്ള ഒരു കണ്ടക്ടറിൽ കൂടെ ആണെങ്കിലും കുഴപ്പമില്ല. 1 സെക്കൻഡ് നേരം എത്ര ചാർജാണ് ഫ്ലോ ചെയ്യുന്നത്? 1 കൂളം ചാർജാണ് ഫ്ലോ ചെയ്യുന്നത്. Current through a conductor is said to be 1 ampere if 1 coulomb of charge is flowing through a conductor of any area of cross section for 1 second. രണ്ട് ടൈപ്പ് കറൻ്റ് ഉണ്ട്. വാല്യൂ എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ടിരിക്കുമ്പോൾ കോൺസ്റ്റൻറ്റ് കറണ്ട് അല്ലെങ്കിൽ സ്റ്റഡി കറണ്ട് എന്ന് പറയാം. വാല്യൂ മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് വേരിയിങ് കറണ്ട് എന്ന് പറയാം. ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ സ്റ്റഡി കറൻ്റാണ്. കറൻറ്റ് ടൈം മാറുന്നതനുസരിച്ച് കറൻറ്റിൻ്റെ വാല്യൂവിൽ വ്യത്യാസം വരുവാണെങ്കിൽ പറയുന്ന പേരാണ് വേരിയിങ് കറൻറ്റ്. വരുന്ന ചാപ്റ്റേഴ്സിൽ നമ്മളത് യൂസ് ചെയ്യും. ഇപ്പോൾ സ്റ്റഡി കറൻ്റ് ആണെങ്കിൽ നമുക്ക് ഗ്രാഫ് റെപ്രസെൻറ്റ് ചെയ്യുമ്പം ടൈമും കറൻറ്റും തമ്മിൽ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഗ്രാഫ് എപ്പോഴും എങ്ങനെയായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും അല്ലെങ്കിൽ സ്റ്റഡി ആയിരിക്കും. അപ്പോൾ സ്റ്റഡി കറൻറ്റ്. നേരെ മറിച്ച് വേരിയിങ് കറൻ്റ് ആണെങ്കിൽ കറൻറ്റിൻ്റെ വാല്യൂ വേരി ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ പറയും എങ്ങനത്തെ കറൻറ്റ്? വേരിയിങ് കറൻറ്റാന്ന് പറയും. കിട്ടിയോ? ദെൻ പല സബ്സ്റ്റൻസ് നമുക്കറിയാം. പല സബ്സ്റ്റൻസിലുള്ള ചാർജ് ക്യാരിയേഴ്സ് ഏതൊക്കെയായിരിക്കും? ചാർജ് ക്യാരിയേഴ്സ് ഇപ്പോൾ മെറ്റൽസ് ആണെങ്കിൽ ചാർജ് ക്യാരിയേഴ്സ് ആരായിരിക്കും? നമുക്കറിയാം ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ലൂസ്ലി ബൗണ്ടഡ് ആയിട്ടുള്ള ഫ്രീ ഇലക്ട്രോൺസ് ആയിരിക്കും. അപ്പോൾ മെറ്റൽസ് ആണെങ്കിൽ ചാർജ് ക്യാരിയേഴ്സ് ഫ്രീ ഇലക്ട്രോൺസ് ആയിരിക്കും എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഫ്രീ ഇലക്ട്രോൺസ്. നേരെ മറിച്ച് സെമി കണ്ടക്ടേഴ്സ് ആണെങ്കിൽ സെക്കൻഡ് ലാസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിക്കും. സെമി കണ്ടക്ടേഴ്സ് ആണെങ്കിൽ അതിൽ ഫ്രീ ഇലക്ട്രോൺസും ഉണ്ടായിരിക്കും, അതോടൊപ്പം തന്നെ ഹോൾസും ഉണ്ടായിരിക്കും. ഫ്രീ ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ്. നേരെ മറിച്ച് ഇലക്ട്രോലൈറ്റൊക്കെ ആണെങ്കിൽ അതിൽ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയോൺസ് ആയിരിക്കും ചാർജ് ക്യാരിയേഴ്സ്. അപ്പോൾ ഒന്ന് ഓർത്തിരിക്കണം, മെറ്റൽസ് ആണെങ്കിൽ ഫ്രീ ഇലക്ട്രോൺസ് ആണ് ചാർജ് ക്യാരിയേഴ്സ്. സെമി കണ്ടക്ടേഴ്സ് ആണെങ്കിൽ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും, ഹോൾസും ഉണ്ടായിരിക്കും. ഇലക്ട്രോലൈറ്റ് ആണെങ്കിൽ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയോൺസ് ഉണ്ടായിരിക്കും. ഇനി നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലോ പഠിക്കാം, ഓംസ് ലോ. ഓംസ് ലോ നമുക്കറിയാം, ഒരു കണ്ടക്ടറിൽ ചാർജ് ഫ്ലോ ചെയ്യണമെങ്കിൽ അവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടായിരിക്കണം അല്ലേ? ഹൈ പൊട്ടൻഷ്യലിൽ നിന്ന് ലോ പൊട്ടൻഷ്യലിലേക്കായിരിക്കും ചാർജ് ഫ്ലോ ചെയ്യുന്നത്. എത്ര നേരം ചാർജ് ഫ്ലോ ചെയ്യും? ആ രണ്ട് പോയിന്റുകളിലെയും
പൊട്ടൻഷ്യൽ സെയിം ആവുന്ന വരെ ചാർജ് ഫ്ലോ ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു കണ്ടക്ടറിൽ കൂടെയുള്ള കറണ്ട് എന്ന് പറയുന്നത് ആ കണ്ടക്ടറിൻ്റെ രണ്ട് എൻഡുകൾക്ക് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിന് പ്രപ്പോർഷണൽ ആയിരിക്കുമെന്ന് 1828 ജോർജ് സൈമൺ ഓം എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് കണ്ടുപിടിച്ചു. അപ്പോൾ രണ്ട് കണ്ടീഷൻസ് ഓർത്തിരിക്കണേ ഓംസ് ലോയ്ക്ക്. അപ്പോൾ ഓം പറയുന്ന കണ്ടീഷൻസ് ഇതൊക്കെയാണ്. അതായത് ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിരിക്കണം, രണ്ടാമത് മെക്കാനിക്കൽ സ്ട്രെയിൻ കോൺസ്റ്റൻ്റ് ആയിരിക്കണം. അതായത് ഒരു കണ്ടക്ടറിൻ്റെ ഫിസിക്കൽ കണ്ടീഷൻസ് കോൺസ്റ്റൻ്റ് ആയിട്ട് കീപ്പ് ചെയ്യുമ്പോൾ കറൻറ്റ് ത്രൂ ദ കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ എൻഡ്സ് ഓഫ് ദ കണ്ടക്ടർ. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഓർത്തിരിക്കണേ. ഇഫ് ദ ഫിസിക്കൽ കണ്ടീഷൻസ് ഓഫ് എ കണ്ടക്ടർ ആർ കെപ്റ്റ് കോൺസ്റ്റൻറ്റ്, the current flowing through the conductor is directly proportional to the potential difference between the ends of the conductor. ആ ഫിസിക്കൽ കണ്ടീഷൻസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ടെമ്പറേച്ചർ കോൺസ്റ്റൻറ്റ്, അതേമാതിരി മെക്കാനിക്കൽ സ്ട്രെയിൻ കോൺസ്റ്റൻറ്റ്. അതെന്തൊക്കെയാണ് വരുന്ന പോർഷൻസിൽ നമുക്ക് മനസ്സിലാവും. ഒരു കണ്ടക്ടർ, ഈ കണ്ടക്ടറിലെ കറൻറ്റ് I എന്ന് പറയുന്നത്, കണ്ടക്ടറിൽ ഫ്ലോ ചെയ്യുന്ന കറൻറ്റ് I എന്ന് പറയുന്നത് ആ കണ്ടക്ടറിൻ്റെ ആ രണ്ട് എൻഡ്സിന് എക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിന് പ്രപ്പോർഷണൽ ആയിരിക്കും എന്നാണ് നമ്മുടെ ഓംസ് ലോ സ്റ്റേറ്റ് ചെയ്യുന്നത്. അപ്പോൾ കറൻറ്റ് ഫ്ലോയിങ് ത്രൂ എ കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ എൻഡ്സ് ഓഫ് ദ കണ്ടക്ടർ. കണ്ടീഷൻസ് ഓർത്തിരിക്കണം. ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിരിക്കണം, മെക്കാനിക്കൽ സ്ട്രെയിനും കോൺസ്റ്റൻ്റ് ആയിരിക്കണം. അങ്ങനെയെങ്കിൽ വി പ്രപ്പോർഷണൽ ടു I ആയിരിക്കും, അല്ലെങ്കിൽ വി ദറ്റ് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് ഇൻറ്റു I. ആ കോൺസ്റ്റൻറ്റ് R എന്ന് പറഞ്ഞു കൊടുക്കാം. ഈ കോൺസ്റ്റൻറ്റ് R, ആ കോൺസ്റ്റൻറ്റ് ഓഫ് പ്രപ്പോർഷണാലിറ്റി, ഈ Rന് പറയുന്ന പേരാണ് റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസ് ഓഫ് ദ കണ്ടക്ടർ. അപ്പോൾ ഓംസ് ലോയുടെ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ഇക്വേഷനാണ്, ഓർത്തിരിക്കുക. വി ദറ്റ് ഈസ് ഈക്വൽ ടു R ഇൻറ്റു I. R എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ഓഫ് ദ കണ്ടക്ടർ. ആ പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് പറയുന്ന പേരാണ് റെസിസ്റ്റൻസ് ഓഫ് ദ കണ്ടക്ടർ. അപ്പോൾ നോക്കിക്കേ, എന്തായിരുന്നു നമ്മുടെ ഓംസ് ലോയുടെ സ്റ്റേറ്റ്മെൻറ്റ്? ഫിസിക്കൽ കണ്ടീഷൻസ് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ വി പ്രപ്പോർഷണൽ ടു I ആയിരിക്കും, അല്ലെങ്കിൽ വി ഈസ് ഈക്വൽ ടു R ഇൻറ്റു I. അങ്ങനെയെങ്കിൽ നമ്മളൊരു ഗ്രാഫ് വരയ്ക്കുമ്പോൾ ആ ഗ്രാഫിൻ്റെ ഷേപ്പ് എങ്ങനെയായിരിക്കും? നമ്മൾ ഗ്രാഫ് വരയ്ക്കുവാണ്, വിയും ഐയും വെച്ച് ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഇപ്പോൾ നോക്കി, നമ്മുടെ വി പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി 0 ആണെങ്കിൽ ഐയുടെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും, ആണല്ലോ. അപ്പോൾ വി പ്രപ്പോർഷണൽ ടു I എന്നല്ലേ, അപ്പോൾ ഉറപ്പായിട്ട് ഗ്രാഫിൻ്റെ ഷേപ്പ് ഇതാ ഇങ്ങനെയായിരിക്കും അല്ലേ. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഗ്രാഫ് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്താ നോക്കിക്കഴിഞ്ഞാൽ, ആ ഗ്രാഫിൻ്റെ സ്ലോപ്പ് നമുക്ക് രണ്ട് രീതിയിൽ കാണാം. ആംഗിൾ അറിയാമെങ്കിൽ ടാൻ തീറ്റ എന്താന്ന് നോക്കിയാൽ മതി, അല്ലെങ്കിൽ ട്രയാങ്കിൾ ഫോം ചെയ്യാം. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ OAB, അതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? സ്ലോപ്പ് എന്താണെന്ന് കണ്ടുപിടിക്കാം. അതായത് വൈയിലെ ഡിഫറൻസ് ബൈ എക്സിലെ ഡിഫറൻസ്, അതായത് AB ഡിവൈഡഡ് ബൈ OA എന്ന് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ വൈയിലെ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? V ആയിരിക്കും. എക്സിലെ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? I ആയിരിക്കും. V ബൈ I എന്ന് പറയുന്ന ആരാണ്? നമ്മുടെ റെസിസ്റ്റൻസ്. അപ്പോൾ ഓർത്തിരിക്കണേ, VI ഗ്രാഫ് വരച്ചാൽ ആ ഗ്രാഫിൻ്റെ സ്ലോപ്പ് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? റെസിസ്റ്റൻസ് എന്താണെന്ന് കിട്ടും, ഓർത്തിരിക്കാം. ഇനി ഈ രീതിയിൽ നമുക്കൊരു ഇൻക്ലൈൻ ലൈനായിട്ട് നല്ല സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് കിട്ടുന്നത് ആർക്കാണ് കിട്ടുന്നതെന്നോ? ഓംസ് ലോ ഒബേ ചെയ്യുന്ന കണ്ടക്ടേഴ്സ്. അതിന് പറയുന്ന പേരാണ് ഓമിക് കണ്ടക്ടേഴ്സ്. ഓമിക് കണ്ടക്ടേഴ്സിൻ്റെ കേസിലാണ് ഇതേമാതിരി നമുക്ക് ഇൻക്ലൈൻ ലൈനായിട്ട്, അത് സ്ട്രെയിറ്റ് ലൈനായിട്ട് ഗ്രാഫ് കിട്ടുകയുള്ളൂ. ഓംസിലെ ഒബേ ചെയ്യുന്ന കണ്ടക്ടേഴ്സ്, ഓംസ് ലോ അനുസരിക്കുന്ന കണ്ടക്ടേഴ്സ്. ഇപ്പോൾ മെറ്റൽസിനൊക്കെ ആണെങ്കിൽ ആ ഗ്രാഫിൻ്റെ ഷേപ്പ് ഇങ്ങനെയായിരിക്കും.
നേരെ മറിച്ച് ഓംസ് ലോ ഒബേ ചെയ്യാത്ത, അനുസരിക്കാത്ത കുറച്ച് പേരുണ്ട്. ഇപ്പോൾ ഇലക്ട്രോലൈറ്റ്സ് അല്ലെങ്കിൽ സെമി കണ്ടക്ടേഴ്സ് ഒന്നും ഓംസ് ലോ ഒബേ ചെയ്യുന്നില്ല. അവർക്ക് പറയുന്ന പേരാണ് നോൺ ഓമിക് കണ്ടക്ടേഴ്സ്. നോൺ ഓമിക് കണ്ടക്ടേഴ്സ്. അങ്ങനെയാണെങ്കിൽ അവരുടെ, അതായത് ഓംസ് ലോ ഒബേ ചെയ്യാത്ത കക്ഷികളാവുമ്പോൾ അവർ ഗ്രാഫിൻ്റെ ഷേപ്പ് ചിലപ്പോൾ അത് എങ്ങനെയായിരിക്കാം വരുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, ഓംസ് ലോ ഒബേ ചെയ്യുന്ന കക്ഷികളുണ്ട് ഓമിക് കണ്ടക്ടേഴ്സ്, ഓംസ് ലോ ഒബേ ചെയ്യാത്ത കക്ഷികളുണ്ട് നോൺ ഓമിക് കണ്ടക്ടേഴ്സ്. അപ്പോൾ ഓമിക് കണ്ടക്ടേഴ്സിന് എക്സാമ്പിളാണ് നമ്മുടെ മെറ്റൽസ്, ഇതിന് എക്സാമ്പിൾ ആണ് സെമി കണ്ടക്ടേഴ്സ്, ഇലക്ട്രോലൈറ്റ്സ് എക്സെട്ര. ഓർത്തിരിക്കുക. അപ്പോൾ നോക്കിക്കേ, എല്ലാ സബ്സ്റ്റൻസുകളും ഓംസ് ലോ ഒബേ ചെയ്യുന്നില്ല. അത് കാരണം നമ്മൾ പറയും ഓംസ് ലോ ഈസ് നോട്ട് എ യൂണിവേഴ്സൽ ലോ. ഓംസ് ലോ ഒരു യൂണിവേഴ്സൽ ലോ അല്ല. യൂണിവേഴ്സൽ ലോ ആണെങ്കിൽ എന്താ പ്രത്യേകത? എല്ലാവരും അത് ഒബേ ചെയ്യണം. ഇതിപ്പോൾ ഓംസ് ലോ എല്ലാവരും ഒബേ ചെയ്യുന്നില്ല, അത് കാരണം ഓംസ് ലോ ഒരു യൂണിവേഴ്സൽ ലോ അല്ല. ഇനി വീണ്ടും നമ്മളിവിടെ പറഞ്ഞു ആർ എന്ന് പറഞ്ഞ ടേം ആണ് എന്തെന്ന് പറഞ്ഞേ? റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ നമുക്ക് റെസിസ്റ്റൻസിന് വേണമെങ്കിൽ ഇങ്ങനെ ഇക്വേഷൻ കൊടുക്കാം. ആർ ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ നിന്ന് നമ്മുടെ ഓംസ് ലോയിൽ നിന്ന് കൊടുക്കാം, ആർ ദാറ്റ് ഈസ് ഈക്വൽ ടു വി ബൈ ഐ. റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ആർ ദാറ്റ് ഈസ് ഈക്വൽ ടു വി ബൈ ഐ. ഓർത്തിരിക്കാം. അപ്പോൾ ഈ റെസിസ്റ്റൻസ് വി ബൈ ഐ ആണെങ്കിൽ ഈ റെസിസ്റ്റൻസിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം. ആ ഇക്വേഷനിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ടു ദ current flowing through the conductor. It is the ratio of potential difference to the current flowing through the conductor. അല്ല എങ്കിൽ നമുക്ക് വേറെ രീതിയിൽ കൊടുക്കാം. അതിൻ്റെ ആ വേർഡ് പേര് സൂചിപ്പിക്കുന്ന മാതിരി തന്നെ റെസിസ്റ്റൻസ്, റെസിസ്റ്റ് ചെയ്യുക, ഒപ്പോസ് ചെയ്യുക, അതായത് എതിർക്കുക. ആരെതിർക്കുക? ചാർജിൻ്റെ ഫ്ലോയെ, അതായത് കറൻറ്റിൻ്റെ ഫ്ലോയെ ഒപ്പോസ് ചെയ്യുക അല്ലെങ്കിൽ എതിർക്കുക. അപ്പോൾ ഇറ്റ് ഈസ് ദ ഒപ്പോസിഷൻ offered by a conductor to the flow of current. അതായത് ഒരു കണ്ടക്ടർ കറൻറ്റിൻ്റെ ഫ്ലോയ്ക്ക് കൊടുക്കുന്ന ആ എതിർപ്പ്, ആ ഒപ്പോസിഷൻ, അതിനെയാണ് നമുക്ക് എന്ത് പറയാവുന്നത്? റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ഒപ്പോസിഷൻ offered by the conductor to the flow of current. അപ്പോൾ ഇക്വേഷൻ ഓർത്തിരിക്കുക, ആർ ഈക്വൽസ് വി ബൈ ഐ. അപ്പം ഇതിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? ഈ ഇക്വേഷനിൽ നമുക്ക് കൊടുക്കാം പൊട്ടൻഷ്യൽ ബൈ കറൻറ്റ്. പൊട്ടൻഷ്യലിൻ്റെ യൂണിറ്റ് എന്താ? വോൾട്ട്. കറൻറ്റിൻ്റെ യൂണിറ്റ് എന്താ? ആംപിയർ. പക്ഷേ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന യൂണിറ്റാണ് ഓം. സിമ്പിൾ ഇങ്ങനെയാണ്, ഓം, OHM. അപ്പോൾ റെസിസ്റ്റൻസിന് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന യൂണിറ്റാണ് ഓം. അതിൻ്റെ സിമ്പിൾ ഒന്ന് ഓർത്തിരിക്കുക. ഇനി ഈ റെസിസ്റ്റൻസ് അപ്പോൾ ഏത് ടൈപ്പ് ക്വാണ്ടിറ്റി ആയിരിക്കും? പൊട്ടൻഷ്യൽ സ്കേലാർ ക്വാണ്ടിറ്റിയാണ്, നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചു. കറൻറ്റും ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ഉറപ്പായിട്ടും റെസിസ്റ്റൻസും ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആയിരിക്കും. എന്തായിരിക്കും റെസിസ്റ്റൻസിൻ്റെ ഡയമെൻഷൻ ഫോർമുല? റെസിസ്റ്റൻസ്, പൊട്ടൻഷ്യലിൻ്റെ ഡയമെൻഷൻ ഫോർമുല നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിരുന്നു അല്ലേ? ഓർക്കുന്നുണ്ടോ? എന്തായിരുന്നു പൊട്ടൻഷ്യലിൻ്റെ ഡയമെൻഷൻ ഫോർമുല? mL² T⁻³ A⁻⁻1 അല്ലേ? പൊട്ടൻഷ്യലിൻ്റെ ഡയമെൻഷൻ ഫോർമുല ഡിവൈഡഡ് ബൈ കറൻറ്റിൻ്റെ എന്തായിരിക്കും? എ. അപ്പോൾ എന്താണ് റെസിസ്റ്റൻസിൻ്റെ ഡയമെൻഷൻ ഫോർമുല? mL² T⁻³ A⁻, ഈ 1 മുകളിലേക്ക് വരുമ്പോൾ -1, അപ്പോൾ -1 ദറ്റ് ഈസ് -2. അപ്പോൾ റെസിസ്റ്റൻസിൻ്റെ ഡയമെൻഷൻ ഫോർമുല ഒന്ന് ഓർത്തിരിക്കുക, mL² T⁻³ A⁻². അപ്പോൾ റെസിസ്റ്റൻസിൻ്റെ ഡയമെൻഷൻ ഫോർമുല കിട്ടി. അടുത്ത് നമുക്ക് ഈ റെസിസ്റ്റൻസ് ഏതൊക്കെ ഫാക്ടേഴ്സിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് നോക്കാം. റെസിസ്റ്റൻസ് ഏതൊക്കെ ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? ഇപ്പോൾ നോക്കിക്കേ, ഇപ്പോൾ ഇത് നമ്മുടെ ഒരു കണ്ടക്ടർ, പർട്ടിക്കുലർ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനുള്ള ഒരു കണ്ടക്ടർ. ഇത് അതേ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനുള്ള മറ്റൊരു കണ്ടക്ടർ, പക്ഷേ അതിൻ്റെ ലെങ്ത്ത് കുറവാണ്. ഈ ഫസ്റ്റ് കണ്ടക്ടറിനേക്കാൾ ലെങ്ത്ത് കുറഞ്ഞ വേറൊരു കണ്ടക്ടർ. അപ്പോൾ നോക്കിക്കേ, ഇവിടെ ലെങ്ത്ത് കൂടുതലുള്ള കാരണം കറൻറ്റിന് ഫ്ലോ ചെയ്യാനായിട്ട് ഒത്തിരി ഡിസ്റ്റൻസ് ഉണ്ട്.
അപ്പോൾ ഉറപ്പായിട്ടും ഈ കണ്ടക്ടർ ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും. ഇവിടെ നോക്കൂ, ഇവിടെ ലെങ്ത്ത് കുറവാണ്, അപ്പോൾ കറണ്ടിന് ഒപ്പോസ് ചെയ്യാനായിട്ട് കുറച്ച് റെസിസ്റ്റൻസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ സെയിം ആണെങ്കിൽ ലെങ്ത്ത് കൂടുന്നതനുസരിച്ച് എന്ത് സംഭവിക്കുന്നത്? റെസിസ്റ്റൻസ് കൂടും. അപ്പോൾ റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ലെങ്ത്ത്. ആർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എൽ. ദെൻ നമുക്ക് അടുത്ത കണ്ടക്ടേഴ്സ് നോക്കാം. ഇതൊരു കണ്ടക്ടർ, ഇത് മറ്റൊരു കണ്ടക്ടർ. ഇവിടെ നോക്കിക്കേ, രണ്ട് കണ്ടക്ടേഴ്സിൻ്റെ ലെങ്ത്ത് സെയിമാ, പക്ഷേ ഇതാ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഡിഫറെൻറ്റാണ്. ഇവിടെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടുതലാണ്, ഇവിടെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കുറവാണ്. അപ്പോൾ നോക്കൂ, കറണ്ടിന് ഫ്ലോ ചെയ്യാനായിട്ട് ഇവിടെ ഇത് വൈഡായിട്ടല്ല ഇരിക്കുന്നത്, അപ്പോൾ ഇതിന് കുറേ ഏരിയ ഉണ്ട്, കറണ്ടിന് ഈസി ആയിട്ട് ഫ്ലോ ചെയ്യാനായിട്ട് പറ്റും. ഒരു പാത്ത് അല്ലെങ്കിൽ വേറൊരു പാത്തിൽ കൂടെ സുഖമായിട്ട് ചാർജസിന് ഇങ്ങനെ മൂവ് ചെയ്യാനായിട്ട് പറ്റും. നേരെ മറിച്ചതാ ഏരിയ കുറവുള്ളപ്പോൾ അത് നാരോ പാത്താണ് അല്ലേ, ഒരു ഇടുങ്ങിയ വഴിയാണ്, അപ്പോൾ അതിന് റെസിസ്റ്റൻസ് എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കും. അപ്പോൾ ഏരിയയും റെസിസ്റ്റൻസും തമ്മിലുള്ള കണക്ഷൻ എങ്ങനെയാണ്? ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. അപ്പോൾ ഓർത്തിരിക്കണേ, റെസിസ്റ്റൻസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ആണ്, റെസിസ്റ്റൻസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ്. അടുത്തത് മൂന്നാമത്തെ എലമെൻ്റ് എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ആരെ ഡിപ്പെൻഡ് ചെയ്യും? ഡിപ്പെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ. നാലാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ഡിപ്പെൻഡ്സ് ഓൺ നേച്ചർ ഓഫ് മെറ്റീരിയൽ. നേച്ചർ, ആ മെറ്റീരിയൽ ഏതാണ് എടുക്കുന്നത്, ആ മെറ്റീരിയലിൻ്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ 4 ഫാക്ടേഴ്സിനെയാണ് റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. നമുക്ക് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിക്കാറുണ്ട്. റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് 1 ലെങ്ത്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്, 2 ഏരിയയ്ക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്, 3 ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും. ആ ഡിപ്പെൻഡൻസ് എന്താണെന്ന് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ പഠിക്കുന്നതായിരിക്കും. 4 നേച്ചർ ഓഫ് മെറ്റീരിയൽ. നേച്ചർ ഓഫ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു കോപ്പറാണ് നമ്മളെടുക്കുന്ന ഒരു കണ്ടക്ടർ, വേറൊരു കണ്ടക്ടർ ഒരു സിൽവർ ആണെങ്കിൽ അവർക്ക് രണ്ടുപേർക്കും സെയിം റെസിസ്റ്റൻസ് ആവണമെന്നില്ല. സെയിം ലെങ്ത്തും സെയിം ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണെങ്കിലും അവരുടെ നേച്ചർ വ്യത്യാസമുണ്ട്, അപ്പോൾ റെസിസ്റ്റൻസും വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ ഈ 4 ഫാക്ടേഴ്സിനെയാണ് റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കൊടുക്കാം, ഈ 2 ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ടേംസിന് ഒരുമിച്ച് ചേർത്ത് ഇക്വേഷൻ ഇങ്ങനെ കൊടുക്കാം. അതായത് ആർ റെസിസ്റ്റൻസ് ആർ പ്രൊപ്പോർഷണൽ ടു എൽ ബൈ എ എന്ന് പറഞ്ഞു കൊടുക്കാം. അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ആർ ദാറ്റ് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. ആ കോൺസ്റ്റൻറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി നമ്മൾ കൊടുക്കുന്ന സിമ്പിളാണ് റോ. റോ എൽ ബൈ എ. അപ്പോൾ നമുക്ക് റെസിസ്റ്റൻസിന് മറ്റൊരു ഇക്വേഷനായി ആർ ദാറ്റ് ഈസ് ഈക്വൽ ടു റോ എൽ ബൈ എ. ആ റോയ്ക്ക് പറയുന്ന പേരാണ് റെസിസ്റ്റിവിറ്റി. റോയ്ക്ക് പറയുന്ന പേര് റെസിസ്റ്റിവിറ്റി. റെസിസ്റ്റിവിറ്റി ഓഫ് ദ കണ്ടക്ടർ ഓർ മറ്റൊരു പേര് സ്പെസിഫിക് റെസിസ്റ്റൻസ്. റെസിസ്റ്റിവിറ്റി ഓർ സ്പെസിഫിക് റെസിസ്റ്റൻസ്. അപ്പോൾ ആ റെസിസ്റ്റിവിറ്റിക്ക് നമുക്കൊരു ഇക്വേഷൻ ഉണ്ടാക്കാം അല്ലേ. റോ ദാറ്റ് ഈസ് ഈക്വൽ ടു എങ്ങനെ വരുന്നത്? ആർ എ ബൈ എൽ. റെസിസ്റ്റിവിറ്റി റോ ദാറ്റ് ഈസ് ഈക്വൽ ടു ആർ എ ബൈ എൽ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷനാണ്. റോ ദാറ്റ് ഈസ് ഈക്വൽ ടു ആർ എ ബൈ എൽ. അപ്പോൾ എന്തായിരിക്കും റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ്? റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് എന്താ? ഓം ആയിരുന്നു. ഏരിയയുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ, ലെങ്ത്തിൻ്റെ യൂണിറ്റ് മീറ്റർ അല്ലേ. അപ്പോൾ ഒരു മീറ്റർ കട്ട് ചെയ്ത് പോയി. അപ്പോൾ എന്താണ് റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ്? ഓം മീറ്റർ. ഓർത്തിരിക്കുക, റെസിസ്റ്റിവിറ്റി യൂണിറ്റ് ഓർത്തിരിക്കുക, ഓം മീറ്റർ. അപ്പോൾ നമുക്ക് ഈ റെസിസ്റ്റിവിറ്റി എന്താണെന്നൊന്ന് ഡിഫൈൻ ചെയ്യണം.
എന്തായിരിക്കും റെസിസ്റ്റിവിറ്റി. ഈ റെസിസ്റ്റിവിറ്റി ഡിഫൈൻ ചെയ്യാനായിട്ട് നമുക്ക് ആ ഇക്വേഷനിൽ ഡെഫിനിഷൻ ഉണ്ടാക്കാം. അപ്പോൾ അതായത് അവിടുത്തെ വേരിയബിൾസ് നമുക്ക് യൂണിറ്റി ആയിട്ട് കൊടുക്കാം. അതായത് നമ്മളൊരു കണ്ടക്ടർ എടുക്കുവാണ്, ആ കണ്ടക്ടറിൻ്റെ ലെങ്ത്ത് 1 മീറ്റർ ആണെന്ന് വിചാരിച്ചോ, അതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ 1 മീറ്റർ സ്ക്വയർ ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? റെസിസ്റ്റിവിറ്റി റോ ദറ്റ് ഈസ് ഈക്വൽ ടു R ഇൻറ്റു 1/1 എന്നല്ല വരുന്നത്. അപ്പോൾ റെസിസ്റ്റിവിറ്റി റോ ദറ്റ് ഈസ് ഈക്വൽ ടു R. അപ്പോൾ റെസിസ്റ്റിവിറ്റി എന്നുള്ളത് നമുക്ക് എന്തായിട്ട് കിട്ടി? റെസിസ്റ്റൻസ് തന്നെയായിട്ട് കിട്ടി. എപ്പോൾ കിട്ടി? 1 മീറ്റർ ലെങ്ത്തും 1 മീറ്റർ സ്ക്വയർ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഉള്ള ഒരു കണ്ടക്ടർ എടുത്തപ്പോൾ. അപ്പോൾ നമുക്ക് റെസിസ്റ്റിവിറ്റിക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഇറ്റ് ഈസ് ദ റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഓഫ് യൂണിറ്റ് ലെങ്ത് ആൻഡ് യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. അപ്പോൾ റെസിസ്റ്റിവിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് ദ റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഓഫ് യൂണിറ്റ് ലെങ്ത് ആൻഡ് യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. അപ്പോൾ ഒരു യൂണിറ്റ് ലെങ്ത്തും ഒരു മീറ്റർ സ്ക്വയർ ഏരിയ ക്രോസ് സെക്ഷനുള്ള ഒരു കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസ് തന്നെയാണ് എന്ത്? റെസിസ്റ്റിവിറ്റി. ഇനി ഈ റെസിസ്റ്റിവിറ്റി ഏതൊക്കെ ഫാക്ടേഴ്സിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഈ റെസിസ്റ്റൻസ് നമ്മൾ പറഞ്ഞു 4 ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് പറയുന്നു. പക്ഷേ ഈ റെസിസ്റ്റിവിറ്റി ഇപ്പോൾ ലെങ്ത്ത് മാറിയത് കൊണ്ടോ അല്ലെങ്കിൽ ഏരിയ മാറിയത് കൊണ്ടോ റെസിസ്റ്റിവിറ്റിക്ക് മാറ്റം വരുന്നില്ല. അപ്പോൾ ലെങ്ത്തിനെയും ഏരിയ ഓഫ് ക്രോസ് സെക്ഷനെയും റെസിസ്റ്റിവിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. പിന്നെ ഏതൊക്കെ ഫാക്ടേഴ്സിനാണ് റെസിസ്റ്റിവിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത്? റെസിസ്റ്റിവിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒന്ന് ടെമ്പറേച്ചറിനെ റെസിസ്റ്റിവിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നു. 2 ആ മെറ്റീരിയലിൻ്റെ നേച്ചറിനെയും റെസിസ്റ്റിവിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നു. അപ്പോൾ റെസിസ്റ്റിവിറ്റി 2 ഫാക്ടേഴ്സിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ടെമ്പറേച്ചറിനെയും നേച്ചർ ഓഫ് ദ മെറ്റീരിയലിനെയാണ് റെസിസ്റ്റിവിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത്. ദെൻ എന്തായിരിക്കും അപ്പോൾ റെസിസ്റ്റിവിറ്റിയുടെ ഡയമെൻഷൻ ഫോർമുല? റെസിസ്റ്റൻസിൻ്റെ നമ്മൾ കണ്ടുപിടിച്ചിരുന്നു. mL²T⁻³ എന്നായിരുന്നു അല്ലേ? ഇൻറ്റു ഏരിയ എന്ന് പറയുമ്പോൾ L² ഡിവൈഡഡ് ബൈ ലെങ്ത്തിൻ്റെ L. അപ്പോൾ നമുക്ക് എന്താ വരുന്നത്? ഒരു L കട്ട് ചെയ്ത് പോയി. ദെൻ ദറ്റ് ഈസ് ഈക്വൽ ടു M ഇൻറ്റു L⁻². ഇവിടെ 2 ഉണ്ട്, ഇവിടെ 1 ഉണ്ട്. അപ്പോൾ ടോട്ടൽ L⁻³ then T⁻³ A⁻². റെസിസ്റ്റിവിറ്റിയുടെ ഡയമെൻഷൻ ഫോർമുല ഓർത്തിരിക്കുക. mL³ T⁻³ A⁻². അടുത്ത് നമുക്ക് കണ്ടക്റ്റൻസ് എന്താണെന്ന് നോക്കാം. കണ്ടക്റ്റൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ് അല്ലേ? കണ്ടക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? റെസിസ്റ്റൻസ് കുറയുമ്പോൾ കണ്ടക്റ്റൻസ് കൂടുതലായിരിക്കും. അതായത് റെസിസ്റ്റൻസ് കുറവുള്ള കണ്ടക്ടറിൽ കൂടെ ചാർജസ് അല്ലെങ്കിൽ കറണ്ടിന് ഈസി ആയിട്ട് പെട്ടെന്ന് ഫ്ലോ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ കണ്ടക്റ്റൻസ് ഇക്വേഷൻ ഓർത്തിരിക്കുക. സിമ്പിൾ ക്യാപിറ്റൽ G കൊടുക്കാം. G ഇറ്റ് ഈസ് ഈക്വൽ ടു റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ്. അതിനെയാണ് പറയുന്നത് കണ്ടക്റ്റൻസ്. ഒരു സിമ്പിളായിട്ടുള്ള ഇക്വേഷനാണ്, ഓർത്തിരിക്കുക. അപ്പോൾ ഈ കണ്ടക്റ്റൻസിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് എന്തായിരുന്നു? ഓം ആയിരുന്നു അല്ലേ? അപ്പോൾ 1/Ohm എന്ന് പറയുമ്പോൾ എങ്ങനെ വരും യൂണിറ്റ്? 1/Ohm ദറ്റ് ഈസ് Ohm⁻⁻1. അല്ലെങ്കിൽ ഓം ആയിരുന്നു റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ്. അപ്പോൾ അതിൻ്റെ റിവേഴ്സ് എടുക്കുമ്പോൾ നമ്മൾ എന്ത് കൊടുക്കാം? അതിന് വേണമെങ്കിൽ തിരിച്ചിടാം. അതായത് Ohm⁻⁻1 ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ Ohm⁻⁻1 ഇങ്ങനെ കൊടുക്കാം. ഓർ ഇതിനെ നമ്മൾ തിരിച്ചിട്ട് കഴിയുമ്പോൾ എന്താ വരുന്നത്? MHO MHO. വേറൊരു യൂണിറ്റും കൂടിയുണ്ട്, സീമെൻസ്. അതായത് ക്യാപിറ്റൽ S. ഇപ്പോൾ കണ്ടക്റ്റൻസിൻ്റെ യൂണിറ്റ് ഓർത്തിരിക്കുക. Ohm⁻⁻1 അല്ലെങ്കിൽ മോ അല്ലെങ്കിൽ സീമെൻസ്. അടുത്ത് നമുക്ക് കണ്ടക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. കണ്ടക്ടിവിറ്റി ഇപ്പോൾ കണ്ടക്റ്റൻസ് നമ്മൾ പഠിച്ചു, റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ്. അപ്പോൾ കണ്ടക്ടിവിറ്റി എന്തായിരിക്കും? റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റിവിറ്റി ഈസ് കോൾഡ് കണ്ടക്ടിവിറ്റി. റെസിപ്രോക്കൽ ഓഫ്
റെസിസ്റ്റിവിറ്റി ഈസ് കോൾഡ് കണ്ടക്ടിവിറ്റി. കണ്ടക്ടിവിറ്റി സിഗ്മ, കണ്ടക്ടിവിറ്റിയുടെ സിമ്പൽ സിഗ്മ. ഇറ്റ് ഈസ് ഈക്വൽ ടു റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റിവിറ്റി. റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റിവിറ്റിക്ക് പറയുന്ന പേരാണ് കണ്ടക്ടിവിറ്റി. അപ്പം എന്തായിരിക്കും കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ്? റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് എന്തായിരുന്നു? ഓം മീറ്റർ. അപ്പോൾ ഇവിടെ എന്ത് വരും? 1/Ohm meter. ദറ്റ് ഈസ് Ohm raised to -1 meter raised to -1. കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ് ഓർത്തിരിക്കുക. Ohm raised to -1 meter raised to -1. അല്ലെങ്കിൽ നമുക്ക് ആ Ohm raised to -1 എങ്ങനെ എഴുതാം? മോ എന്ന് പറഞ്ഞു കൊടുക്കാം അല്ലേ? മോ മീറ്റർ raised to -1 അല്ലെങ്കിൽ സീമെൻസ് മീറ്റർ raised to -1. മീറ്റർ raised to -1. അടുത്ത നമുക്ക് വേറൊരു ടേം പഠിക്കാം, കറൻറ്റ് ഡെൻസിറ്റി. കറൻറ്റ് ഡെൻസിറ്റി. കറൻറ്റ് ഡെൻസിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് കറൻറ്റ് ഫ്ലോയിങ് നോർമലി ത്രൂ യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് എ കണ്ടക്ടർ. ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് കറൻറ്റ് ഫ്ലോയിങ് നോർമലി ത്രൂ യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് എ കണ്ടക്ടർ. അപ്പോൾ നമുക്ക് കറൻറ്റ് ഡെൻസിറ്റി കറൻറ്റ് ഡെൻസിറ്റി. കറൻറ്റ് ഡെൻസിറ്റിയുടെ സിമ്പലാണ് ജെ. ഇറ്റ് ഈസ് ഈക്വൽ ടു കറൻറ്റ് പെർ ഏരിയ. കറൻറ്റ് പെർ ഏരിയ. അപ്പോൾ ഇക്വേഷൻ ഓർത്തിരിക്കണേ, കറൻറ്റ് ഡെൻസിറ്റി ജെ ദറ്റ് ഈസ് ഈക്വൽ ടു I/A. അപ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ യൂണിറ്റ്? കറൻറ്റ് ബൈ ഏരിയ അല്ലേ? കറൻറ്റ് യൂണിറ്റ് എന്താ? ആംപിയർ. ഏരിയയുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ. അപ്പോൾ ആംപിയർ മീറ്റർ സ്ക്വയർ. വേറൊരു കാര്യം ഇവിടെ ഓർത്തിരിക്കാനുള്ളത്, ഈ കറൻറ്റ് ഡെൻസിറ്റി ഏത് ടൈപ്പ് ക്വാണ്ടിറ്റിയാണ്? കറൻറ്റ് ഡെൻസിറ്റി ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. നമ്മൾ എടുത്തിരിക്കുന്ന കറൻറ്റ് ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്, ഏരിയ ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. കറൻറ്റ് ഡെൻസിറ്റി ജെ എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അതിൻ്റെ ഡിറക്ഷൻ എന്ന് പറയുന്നത് ആ പോസിറ്റീവ് ചാർജിൻ്റെ ഡിറക്ഷൻ, പോസിറ്റീവ് ചാർജ് എങ്ങനെയാണോ ഫ്ലോ ചെയ്യുന്നത് അതിൻ്റെ ഡിറക്ഷൻ ആയിരിക്കും കറൻറ്റ് ഡെൻസിറ്റിയുടെ ഡിറക്ഷൻ. അപ്പോൾ നമ്മൾ എടുക്കുന്ന ആ ഏരിയ വെക്ടർ എങ്ങനെയായിട്ട് എടുക്കും? നോർമലായിട്ട് എടുത്താൽ മതി. അപ്പോൾ ഓർത്തിരിക്കണേ, കറൻറ്റ് ഡെൻസിറ്റി എന്ന് പറയുന്നത് ഏത് ടൈപ്പ് ക്വാണ്ടിറ്റിയാണ്? അതൊരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. കറൻറ്റ് ഡെൻസിറ്റി ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ഇനി നമുക്ക് ഈ കറൻറ്റ് ഡെൻസിറ്റിയെയും കണ്ടക്ടിവിറ്റിയെയും ഒന്ന് കണക്ട് ചെയ്യാനായിട്ട് നോക്കാം. അതായത് കറൻറ്റ് ഡെൻസിറ്റി ജെ, കണ്ടക്ടിവിറ്റി എന്തായിരുന്നു? സിഗ്മ. അപ്പോൾ ജെയെയും സിഗ്മയെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ എന്താണെന്ന് നോക്കാം. റിലേഷൻ ബിറ്റ്വീൻ കറൻറ്റ് ഡെൻസിറ്റി ജെ ആൻഡ് കണ്ടക്ടിവിറ്റി സിഗ്മ. ഇപ്പോൾ കറൻറ്റ് ഡെൻസിറ്റിയെയും കണ്ടക്ടിവിറ്റിയെയും നമുക്ക് റിലേറ്റ് ചെയ്യാം. നമ്മൾ പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ ചാപ്റ്ററിൽ പൊട്ടൻഷ്യലും അതേമാതിരി ഇലക്ട്രിക് ഫീൽഡും തമ്മിലുള്ളൊരു ഇക്വേഷൻ പഠിച്ചില്ലേ? അപ്പോൾ ഒരു എൽ ലെങ്ത് ഉള്ള കണ്ടക്ടറാണ് നമ്മൾ എടുക്കുക. ഒരു എൻസിന് അക്രോസുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി ആണ്. ഇലക്ട്രിക് ഫീൽഡ് ഇ ആണെങ്കിൽ നമുക്കറിയാം ഇക്വേഷൻ ഇ ഈക്വൽസ് വി ബൈ ഡി അല്ലെങ്കിൽ വി ബൈ എൽ പഠിച്ചു അല്ലേ? അപ്പോൾ നമുക്ക് കൊടുക്കാം വി ദറ്റ് ഈസ് ഈക്വൽ ടു ഇ ഇൻറ്റു എൽ. കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചതാണ് വി ദറ്റ് ഈസ് ഈക്വൽ ടു ഇ ഇൻറ്റു എൽ. ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചു ഓംസ് ലോ, വി ഈക്വൽസ് ആർ ഇൻറ്റു ഐ. ഈ രണ്ട് ഇക്വേഷൻ നമുക്ക് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള കറൻറ്റ് ഡെൻസിറ്റിയും കണ്ടക്ടിവിറ്റിയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് കിട്ടും. അപ്പോൾ നോക്കാം. അപ്പോൾ ഇപ്പോൾ പഠിച്ച നമ്മുടെ ഓംസ് ലോ അനുസരിച്ച് നമുക്കറിയാം വി ദറ്റ് ഈസ് ഈക്വൽ ടു ആർ ഇൻറ്റു ഐ ആണെന്നറിയാം. ഈ ആർ എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് കൊടുക്കാം. ആർ എന്ന് പറയുന്നത് റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ നമുക്ക് വേറൊരു ഫോർമുല കിട്ടിയായിരുന്നു അല്ലേ? റോ എൽ ബൈ എ ആർ എന്ന് പറയുന്നത് ഇൻറ്റു ഐ. അത് നമ്മുടെ ഇക്വേഷൻ 1 ആണെന്ന് വിചാരിച്ചോളൂ. കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചത് വി ദറ്റ് ഈസ് ഈക്വൽ ടു ഇ ഇൻറ്റു എൽ, നമ്മുടെ ഇക്വേഷൻ 2. അപ്പോൾ ഫ്രം 1 and 2
ഫ്രം 1 and 2 LHS സെയിം അല്ലേ, വി അല്ലേ, അപ്പോൾ നമുക്ക് RHSനെ ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ RHS ഇക്വേറ്റ് ചെയ്യുമ്പം നമുക്ക് എങ്ങനെയാണ് വരുന്നത്? റോ L/A ഇൻറ്റു I ദറ്റ് ഈസ് ഈക്വൽ ടു E ഇൻറ്റു L, EL അല്ലേ. രണ്ട് സൈഡിലും L ഉണ്ട്, L കട്ട് ചെയ്ത് പോയി. ഇവിടെ നോക്കിക്കേ, I/A വന്നിട്ടുണ്ടല്ലോ. I/A ആരാന്ന് നമ്മൾ പഠിച്ചു തൊട്ട് മുമ്പ്. I/A ആരായിരുന്നു? കറണ്ട് ഡെൻസിറ്റി J ആയിരുന്നു അല്ലേ. അപ്പോൾ I/Aക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? J എന്ന് കൊടുക്കാം. അപ്പോൾ റോ ഉണ്ട്, റോ ഇൻറ്റു J ദറ്റ് ഈസ് ഈക്വൽ ടു E. ആ റോയിനെ നമുക്ക് മറ്റേ സൈഡിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ എഴുതിക്കൂടെ, 1/ρ ഇൻറ്റു E എന്ന് പറഞ്ഞു കൊടുക്കാം. ആ 1/ρ ആരായിരുന്നു? ഇതാ ഇവിടെ നമ്മൾ പഠിച്ചു, കണ്ടക്ടിവിറ്റി അല്ലേ, സിഗ്മ. അപ്പം അങ്ങനെ നമുക്ക് കിട്ടി J ദറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ ഇൻറ്റു E. ഇപ്പോൾ ഇക്വേഷൻ ഓർത്തിരിക്കുക, കണ്ടക്ടിവിറ്റിയും കറണ്ട് ഡെൻസിറ്റിയും തമ്മിലുള്ള കണക്ഷൻ J ദറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ E. ഇവിടെ കിട്ടിയല്ലോ. നമ്മളെടുത്ത ഇക്വേഷൻസ് എന്ന് പറയുന്നത് ഓംസ് ലോ എടുത്തു, R ഇൻറ്റു I, അതിൽ Rന് പകരം റോ L/A ഇൻറ്റു I. വി പൊട്ടൻഷ്യൽ V ദറ്റ് ഈസ് ഈക്വൽ ടു സ്ട്രെങ്ത് ഓഫ് ദ ഫീൽഡ് ഇൻറ്റു ആ രണ്ട് എൻഡുകൾ തമ്മിലുള്ള ആ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ആ ലെങ്ത്ത്. അപ്പോൾ LHS സെയിം ആണ്, RHS ഇക്വേറ്റ് ചെയ്തു, L രണ്ട് സൈഡിലുകൊണ്ട് കട്ട് ചെയ്ത് പോയി. I/Aക്ക് പകരം നമ്മൾ J എന്ന് പറഞ്ഞു കൊടുത്തു, ഈ റോ ഈ സൈഡിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ J ഈക്വൽസ് 1/ρ ഇൻറ്റു E. ആ 1/ρ എന്ന് പറയുന്നതാണ് ആര്? കണ്ടക്ടിവിറ്റി. അപ്പോൾ നമുക്ക് ഇക്വേഷനായി J ഇറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ ഇൻറ്റു E. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് എന്തൊക്കെയാണ്? കറണ്ട് എന്താണെന്ന് പഠിച്ചു, റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ് അല്ലേ, ടൈം റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജാണ് കറണ്ട് എന്ന് പറയുന്നത്. ഇക്വേഷൻസ് പല പല ഇക്വേഷൻസ് പഠിച്ചു. ജസ്റ്റ് സിമ്പിളായിട്ട് I ഈക്വൽസ് Q/T എന്ന് ഓർത്ത് വയ്ക്കാം. എന്താണ് യൂണിറ്റ്? എന്തായിരുന്നു? ആംബിയർ ആയിരുന്നു കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന യൂണിറ്റ്. അതിനുശേഷം നമ്മൾ ഓംസ് ലോയിലേക്ക് കടന്നു. ഓംസ് ലോ സ്റ്റേറ്റ് ചെയ്യുമ്പോൾ ഓർക്കണേ, ആ കണ്ടീഷൻ ഓർത്ത് വയ്ക്കുക. ഫിസിക്കൽ കണ്ടീഷൻസ്, അതായത് ടെമ്പറേച്ചറും മെക്കാനിക്കൽ സ്ട്രെയിനും കോൺസ്റ്റൻ്റ് ആണ് എങ്കിൽ എന്ത് ചെയ്യും? കറണ്ട് ഫ്ലോയിങ് ത്രൂ എ കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ എൻഡ്സ് ഓഫ് ദ കണ്ടക്ടർ. അങ്ങനെ നമുക്ക് V ഈക്വൽസ് R ഇൻറ്റു I എന്ന് കിട്ടി. ആ R എന്ന് പറയുന്നതാണ് ആര്? നമ്മുടെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഈ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ ഒപ്പോസിഷൻ ടു ദ ഫ്ലോ ഓഫ് കറണ്ട് ആണല്ലോ. ഈ റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ. ലെങ്ത്ത് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്, ഏരിയയ്ക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്, ദെൻ ടെമ്പറേച്ചർ ആൻഡ് നേച്ചർ ഓഫ് മെറ്റീരിയൽ. അപ്പോൾ നമ്മൾ ഈ നേരത്തെ ഓംസ് ലോ സ്റ്റേറ്റ് ചെയ്തപ്പോൾ പറഞ്ഞ ആ കണ്ടീഷൻസ് ഇവിടെ വരുന്നുണ്ട്, ആ റെസിസ്റ്റൻസിൻ്റെ ഡിപ്പെൻഡൻസിൽ വരുന്നുണ്ട് അല്ലേ. അതായത് ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല റെസിസ്റ്റൻസ്, പിന്നെ ലെങ്ത്തിനെയും ഏരിയയും, അതായത് അവിടെ മെക്കാനിക്കൽ സ്ട്രെയിനിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതായത് ലെങ്ത്ത് വ്യത്യാസം വന്നു കഴിഞ്ഞാൽ, ചേഞ്ച് ഇൻ ലെങ്ത്ത് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അവിടെ ഒരു സ്ട്രെയിൻ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ് നമ്മൾ ഓംസ് ലോയിൽ പറയുന്നത്. ആ കോൺസ്റ്റൻ്റ് ആകുന്ന എപ്പോഴാണ്? ഈ മെക്കാനിക്കൽ സ്ട്രെയിൻ കോൺസ്റ്റൻ്റ് ആയിട്ട് വരുമ്പോൾ, അതായത് ലെങ്ത്തും ഏരിയയും കോൺസ്റ്റൻ്റ് ആയിട്ട് വരുമ്പോൾ, അതോടൊപ്പം തന്നെ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിട്ട് വരുമ്പോൾ. അതിനുശേഷം നമ്മൾ റെസിസ്റ്റിവിറ്റി എന്താണെന്ന് നോക്കി അല്ലേ. ഇറ്റ് ഈസ് ദ റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഓഫ് യൂണിറ്റ് ലെങ്ത് ആൻഡ് യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷനാണ് നമുക്ക് കിട്ടി. അതിനുശേഷം നമ്മൾ കണ്ടക്റ്റൻസ് എന്താണെന്ന് നോക്കി. റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ് ആണ് കണ്ടക്റ്റൻസ്. ദെൻ കണ്ടക്ടിവിറ്റി റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റിവിറ്റി ആണ്. അതിനുശേഷം കറണ്ട് ഡെൻസിറ്റി നോക്കി അല്ലേ, കറണ്ട് പെർ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, കറണ്ട് ഡെൻസിറ്റി. അവസാനമായിട്ട് ഈ കറണ്ട് ഡെൻസിറ്റിയും കണ്ടക്ടിവിറ്റിയും തമ്മിലുള്ള കണക്ഷൻ എന്താണെന്ന് നോക്കി. ദറ്റ് ഈസ് J ഈക്വൽസ് സിഗ്മ E.